രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് അതിജീവിത പരാതി നൽകി. AG പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് രാഹുൽ വീണ്ടും വീഡിയോ ചെയ്തെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു. പരാതി സൈബർ പോലീസിന് കൈമാറി. നിയമപരമായി നേരിടുമെന്നും അതിജീവിതയുടെ പേരോ ചിത്രമോ പങ്കുവച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. എന്ത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ എന്തുമാത്രം ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുക. എന്ത് പരാതിയാണ് കൊടുത്തത്? ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തോ? ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടോ? ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടില്ല, പക്ഷെ എന്റെ തുടക്കം കണ്ടപ്പോൾ അതൊരു വ്യാജ അതിജീവിതയാണ്. ആണല്ലോ, വ്യാജ അതിജീവിതയാണല്ലോ. കാര്യം കോടതി ഈ പെൺകുട്ടി പറഞ്ഞ റേപ്പ് ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ വ്യാജ അതിജീവിതയല്ലേ? അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ കൊണ്ടുവരുന്ന ഈ കാര്യത്തിന് മനഃപൂർവ്വം എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന മീഡിയയുടെ കാര്യങ്ങൾ അതിശക്തമായ രീതിയിൽ ഞാൻ പൊളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നോട് ദേഷ്യം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് അതിശക്തമായി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യും. ഈ വ്യാജ പരാതികൾ തീർച്ചയായും പൊളിച്ചെടുക്കും. അതിശക്തമായ നിയമ നടപടികളും സ്വീകരിക്കും. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടും രാഹുൽ ഈശ്വറിന് കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ നൽകിയിരിക്കുന്ന അതിജീവിതയുടെ പരാതിയിൽ എന്തായിരിക്കും നടപടി ഉണ്ടാവുക? എങ്ങനെ അന്വേഷിക്കും? AG പൂങ്കുഴലിക്കാണ് ഇത് സംബന്ധിച്ച പരാതി അതിജീവിത നൽകിയിരിക്കുന്നത്. ഇത് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. കമ്മീഷണർ അത് ഇപ്പോൾ സൈബർ പോലീസ് വിഭാഗത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശദമായ പരിശോധന നടത്തി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഈ വീഡിയോയിൽ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 16 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഈശ്വർ ജയിൽ മോചിതനാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിഗത വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചെന്നായിരുന്നു കേസ്. അത് അതിജീവിതയാണ് പരാതി നൽകുന്നത്. അതിനെ തുടർന്നാണ് കേസെടുക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ജയിൽ മോചിതനാകുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പരാതി വന്നതിന് ശേഷം രാഹുൽ ഈശ്വറുമായി സംസാരിച്ചു. രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു തരത്തിലും ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ അതിജീവിതയുടെ പേരോ അതല്ലെങ്കിൽ ചിത്രമോ താൻ പങ്കുവച്ചിട്ടില്ല, അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്നുണ്ട്. അതൊരു വ്യാജ അതിജീവിതയാണെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നത്. അത് വളരെ സത്യമല്ലേ എന്നുള്ളൊരു മറു ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ചോദിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ അതിജീവിതയുടെ ഭർത്താവ് ഒരു പരാതി നൽകുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, നേരത്തെ അതിജീവിത സൂചിപ്പിച്ചിരുന്നത് ഇവർ തമ്മിലുള്ള വിവാഹ ജീവിതം നീണ്ടു നിന്നത് വെറും 4 ദിവസം മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഭർത്താവ് പറയുന്നത് അവരിപ്പോഴും ഈ ബന്ധം തുടരുന്നു പറഞ്ഞാൽ വിവാഹമോചിതരായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തെറ്റായ വിവരമല്ലേ? അതുകൊണ്ടൊരു വ്യാജ അതിജീവിതയല്ലേ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കോടതിയിൽ ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ജാമ്യം വരെ റദ്ദാക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.